കോയമ്പത്തൂർ ആ ജയിലിന്റെ ഇടനാഴിയിൽ ഓടിക്കളിച്ച് വളർന്ന കുട്ടികൾ എന്ന് പറയേണ്ട വിധമാണ് അല്ലേ? തീർച്ചയായും. ഓർമ്മയുണ്ടോ അന്നൊക്കെ ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ? ഞാൻ ഓർമ്മ വെച്ചതുപോലെ ജയില് മാത്രമേ ഇപ്പൊ എന്റെ ഓർമ്മയിലുള്ളൂ. കാരണം അവിടാണ് നമ്മുടെ മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ജനിച്ച് അവരെ സംസാരിക്കുന്നത് തുടങ്ങുന്നത് ഉമ്മ എന്നോ വാപ്പ എന്നോ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരേണ്ടതും എല്ലാം നമ്മുടെ വാത്സല്യം മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ പിതാക്കന്മാർ നൽകുന്ന പോലുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് പിതാവ്. അവർ നൽകുന്ന വാത്സല്യം നിർദ്ദേശങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. ജയിലിൽ പോയ ഓർമ്മ ഒക്കെ ഉണ്ടോ കോയമ്പത്തൂർ ജയിലില്? ചെറുതായിട്ട് ഓർമ്മയുണ്ട്. എന്തെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളുണ്ടോ ജയിലിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും പല പ്രശ്നങ്ങളും തടഞ്ഞു വെക്കുകയും എന്നാൽ അപ്പോഴും ഞങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു അപ്പം വാപ്പിച്ച് ജയിലിലാണെന്ന് മാത്രം അറിയാം, ജയിൽ എന്താണെന്നോ അവസ്ഥ എന്താണെന്നോ അറിയില്ലായിരുന്നു. വാപ്പിച്ച് എന്തിനാണ് ജയിലിൽ കിടക്കുന്നതെന്ന് അന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും. ആ സമയത്ത് തന്നെ വാപ്പിച്ച് ജയിലിലായിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു, വീട്ടിലില്ലായിരുന്നു അങ്ങനെ അധികമായിട്ട്. ഒരു തവണ കോയമ്പത്തൂർ ജയിലില് വാപ്പച്ചയെ കാണാൻ നിങ്ങളെല്ലാവരും കൂടി പോയപ്പോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും മുന്തും തള്ളും ഉണ്ടാവുകയും അയൂബി ഉമ്മച്ചിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് നെറ്റിപൊട്ടുകയും ചെയ്തു എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. അന്ന് അയൂബിക്ക് ഓർമ്മയുണ്ടാവില്ല, പിന്നെ അത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ വാർത്തകളും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സാഹചര്യം ചെറുതായി ഇപ്പോഴും ഓർമ്മയിലും ഉണ്ട്. ചെറുതായി ഓർമ്മയിലുണ്ടോ? എന്തായിരുന്നു അന്നത്തെ ഒരു തോന്നൽ? എന്ത് സംഭവിക്കുന്നു എന്നാണ് വിചാരിച്ചത്? പിന്നെ കണ്ടു പരിചയമായിട്ട് നമുക്കറിയാമായിരുന്നു ഇങ്ങനൊരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യമാണെന്നും. ഞങ്ങൾ വാപ്പിച്ച് കണ്ടിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉമ്മച്ചിയെ വന്ന് ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെ കുറെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അവര് പിന്നെ ഫയർഫോഴ്സ് വന്ന് തടയുകയും അങ്ങനെ കുറെ ഇതുണ്ടായിട്ട്. എവിടെയാണ് അന്ന് മുറിഞ്ഞത്? അത് ഓർമ്മയുണ്ടോ? നെറ്റിയിലായിട്ട്. ചെറിയൊരു പാടുണ്ട്. എവിടെയാ? ആ പാടാണോ? ആ കാണുന്ന പാടാണല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് ഇത്തവണ ജയിലില് ബാംഗ്ലൂര് ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോ ഇക്കയായിരുന്നു കൂടെ നിന്നിരുന്നു. അന്ന് പോയിരുന്നു അവിടെ? ഡിസ്ചാർജിന്റെ സമയത്ത് പോയിരുന്നു. ആ സമയത്ത് ജയിലിലേക്ക് പോകുമ്പോൾ ജയിലിൽ വെച്ച് കാണാൻ സാധിച്ചു, അതിന് മുമ്പ് പറ്റിയില്ല. അന്നൊന്നും സംസാരിക്കാൻ പറ്റിയിരുന്നില്ല? അന്ന് ജയിലിൽ വെച്ച് പിറ്റേന്ന് പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ വന്നപ്പോ ഒരുപാട് സമയം സംസാരിക്കാൻ പറ്റുമോ വാപ്പച്ചിയായിട്ട്? ഇല്ല, എപ്പോഴും തിരക്കും, പുറത്ത് പിന്നെ ഡോക്ടർമാർ വരിക, ചെക്കപ്പ്. നമുക്കിപ്പോൾ വാപ്പച്ചിയുടെ ശാരീരികാവസ്ഥ അനുസരിച്ച് തീർത്തും മോശമായ അവസ്ഥയാണ്. ഒരു കണ്ണ് 60% എന്ന് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. കാരണം അത് ഇടത്തെ കണ്ണ്. അതെ, 60% കാഴ്ചയുള്ളൂ. അഥവാ അന്ധത ബാധിച്ചു. ഒരു വലത്തെ കണ്ണ് പൂർണ്ണമായി പോയി എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. 25% ഒരു കണ്ണിനും മറ്റേ കണ്ണിന് 60-1 ഉള്ളത്. ഞങ്ങളെ കാണുകയാണെങ്കിൽ ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ വരികയാണെങ്കിൽ പെട്ടെന്ന് വാപ്പിച്ചിക്ക് അവരെ മൈൻഡ് ചെയ്യാൻ പറ്റും. കാരണം ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് മാത്രം അറിയുന്ന ഒരവസ്ഥയാണ്. അത് മാത്രമല്ല നടുവിന് ബുദ്ധിമുട്ട്, ഷുഗർ 50, ചില സമയത്ത് 50 അപ്പം കൂടാതെ അതിന്റെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് 300-350 ഷുഗർ കൂടുക. ഇത്തവണത്തെ ഈ വരവില് ഇടക്കാല ജാമ്യം കിട്ടിയിട്ടുള്ള വരവില് വാപ്പച്ചി മോനും കൂടി ഏതാണ്ട് എത്ര നേരം ഒരുമിച്ചുണ്ടായിരുന്നു? രാവിലെ മുതൽ രാത്രി വരെ ആൾക്കാർ വരുമ്പം അവിടെ ഉണ്ട്. ആൾക്കാരുടെ ഇടയിലാണ്. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നോ? വാപ്പച്ചിയുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കെന്ന് പറയാൻ ഇല്ല, അങ്ങനെ പറ്റിയിട്ടില്ല. വാപ്പച്ചി എന്തെങ്കിലും പറയുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ട്. സാധാരണ സംസാരം മാത്രം അല്ലേ? ഇനിയിപ്പോ 15 വയസ്സായില്ലേ? എന്താണ് ഒരു വഴി എന്നൊക്കെ തെരഞ്ഞെടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. എന്താ മനസ്സിലുള്ളത്? എങ്ങനെ ജീവിക്കണമെന്നാണ് വാപ്പ എങ്ങനെയാണോ പറയുന്നത്, എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത്? വാപ്പുള്ള നിരപരാധികൾ അനേകം പേർ പല തടവറകളിലായി കഴിയുന്നുണ്ട്. വാപ്പച്ചി എങ്ങനെയാണോ ഇതിനെല്ലാം കാണാനും നിർദ്ദേശിക്കുന്നതും അതനുസരിച്ച് നീങ്ങാനും വാപ്പച്ചിയുടെ നിർദ്ദേശം അതുപോലെ തന്നെ അനുസരിക്കാനാണ്. അബ്ദുൽ നാസർ മദനി മോന്റെ വാപ്പച്ചിയാണ്. അതെ. അബ്ദുൽ നാസർ മദനി ആരാണ് എന്നറിയാമോ? തീർച്ചയായും. ആരാ? ഒരു ജനതയുടെ നേതാവാണ്. മർദ്ദിതർക്ക് വേണ്ടി ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ആദ്യമായി മർദ്ദിതർക്ക് വേണ്ടി വാദിച്ചതും
മർദ്ദിതർക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതിൻ്റെ പേരിലാണ് വാപ്പച്ചി ഇതെല്ലാം അനുഭവിക്കുന്നതെന്നും വാപ്പച്ചിക്ക് പുറകെ ഒരു പറ്റം ജനങ്ങളുണ്ടെന്നും വിശ്വസിക്കുന്നു. ചില വിശ്വാസ പ്രമാണങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ ചില പ്രത്യേക ഘട്ടത്തിൽ അവർക്കൊരു ഇരുണ്ട കാലഘട്ടമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് വാപ്പച്ചി കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായും. വാപ്പച്ചി അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പീഡനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടല്ലോ. തീർച്ചയായും. അതുപോലെയൊക്കെ നിന്നാൽ വാപ്പച്ചിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, ബന്ധുക്കൾക്ക്, സഹയാത്രികർക്ക് ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് അയ്യൂബിക്ക് അറിയാമോ? അതുണ്ടാവും, സ്വാഭാവികമാണ്. വാപ്പച്ചിയെ സംബന്ധിച്ചിടത്തോളം വാപ്പച്ചി ചെറുപ്പം മുതലേ മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തിച്ചു. വാപ്പച്ചിയുടെ ഉദാഹരണത്തിനായിട്ട് വാപ്പച്ചിയുടെ കാല് പോയ സമയത്ത് വാപ്പച്ചി മെഡിക്കൽ കോളേജിലായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും. ആ സമയത്ത് വാപ്പച്ചിയുടെ കാല് പോയിരിക്കുകയാണ്. കുഷ്ഠരോഗികളായ ചില രോഗികൾ അവരുടെ രോഗം കാരണം അവരുടെ കാല് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴും ഒരുപക്ഷെ ആരും അറിയാത്തൊരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് അവർ എല്ലാവരും കൂടി വാപ്പച്ചിക്ക് വേണ്ടി കത്തയച്ചു. വാപ്പച്ചിയുടെ അടുത്ത് കത്തയച്ചു, താങ്കൾ കാലില്ലാത്തവരുടെ വേദന മനസ്സിലാക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തന്നാൽ നന്നായിരിക്കുമെന്ന് അവർ കത്തയച്ച് അറിയിക്കുകയുണ്ടായി. വാപ്പച്ചി അത് 150ഓളം പേർക്ക് അന്നത്തെ കാലത്ത് വാപ്പച്ചി അതൊരു പബ്ലിസിറ്റി ഇതുവരെ ആയിട്ടില്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കാതെ തന്നെ വാപ്പച്ചി തൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് 150 പേർക്ക് വെപ്പുകാല് കൊടുക്കുകയുണ്ടായി. നമ്മൾ വീണ്ടും ചിന്തിക്കുന്നില്ല വാപ്പച്ചി ഇങ്ങനെ തിരിച്ചു പോകുന്നു ഒന്നും. നമ്മൾ പിന്നെ വാപ്പച്ചിലൂടെ കഴിയാമെന്നുള്ള ആഗ്രഹത്തോടെ വീണ്ടും വാപ്പച്ചിലൂടെ കഴിയാമെന്നുള്ള ആഗ്രഹത്തോടെ വരികയായിരുന്നു. വാപ്പച്ചി മോനിട്ട പേര് സലാഹുദ്ദീൻ അയ്യൂബി എന്നാണ്. ആ പേര് ആരുടെ പേരാണെന്നറിയോ? അറിയാം. ഈജിപ്തിലെ മസ്ജിദുൽ അഖ്സ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു പിടിച്ച, അതിന് വിമോചനം നേടിക്കൊടുത്ത, അതിന് വിജയം നേടിക്കൊടുത്ത ഒരു ധീരനായകൻ. ആ പേരിടുന്നതിൽ തന്നെ ഒരു സന്ദേശമുണ്ട്. വാപ്പച്ചി ഉദ്ദേശിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. വാപ്പച്ചിയെ പോലെയൊക്കെ തന്നെ ജീവിക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ? അതോ നമുക്ക് പുതിയ കാലമാണ്, ഒരു നല്ല ജോലിക്കും സമാധാനം കിട്ടുന്നൊരു ജീവിതത്തിനുമൊക്കെയാണ് കുട്ടികൾ, ചെറുപ്പക്കാർ, പുതിയ തലമുറ ഒക്കെ താല്പര്യപ്പെടുന്നത്. അയ്യൂബിയുടെ മനസ്സിൽ ഇങ്ങനെ രണ്ട് വഴികൾ തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് എപ്പോഴെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വാപ്പച്ചിയുടെ മാർഗമേ സ്വീകരിക്കുകയുള്ളൂ. കാരണം അതാണ് യഥാർത്ഥ മാർഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രവാചകന്മാർ ഉൾപ്പെടെ, സമരനായകന്മാർ ഉൾപ്പെടെ എല്ലാവരും, ഈ ലോകത്തിൽ നല്ലവരായി ജനങ്ങൾ കണക്ക് കൂട്ടുന്നവർ, അവരുടെ കാലഘട്ടത്തിൽ അവരെ മോശക്കാരായിട്ടാണ് അന്നത്തെ ആളുകൾ ചിത്രീകരിച്ചതെങ്കിലും അവരുടെ കാലഘട്ടത്തിൽ തന്നെ അവരാണ് സത്യം എന്ന് മനസ്സിലാക്കിയിരുന്നു. അവരാണ് എന്നും വിജയിക്കുന്നതും അവരെയാണ് മറ്റുള്ളവർ പിന്തുണയ്ക്കുന്നതും. ആദ്യ സമയത്ത് അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രവാചകന്മാരുൾപ്പെടെ ആദ്യ സമയത്ത് അവരുടെ പ്രബോധനം നടത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. അവർ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷമാണ് അവരിലേക്ക് കുറച്ചു പേരെങ്കിലും അടുത്തത്. പിന്നെ അവരുടെ കാലഘട്ടം കഴിയുന്തോറും അവരെ വിശ്വസിക്കുന്ന, അവരെ മുൻനിർത്തുന്നവരായി മറ്റുള്ളവന്മാർ. നിങ്ങൾ രണ്ടുപേരും, ഇക്കയും മോനും, രണ്ടുപേരും സാധാരണ കുട്ടികളെ പോലെ സാധാരണ സ്കൂളിൽ പോയി അങ്ങനെ പഠിക്കുകയല്ലോ ഉണ്ടായത്. ഇക്ക അങ്ങനെ ഒരു പഠിപ്പ് തുടങ്ങി വെച്ചു. അതിന് ശേഷം വളരെ പെട്ടെന്ന് ഖുർആൻ പഠനത്തിലേക്ക് മാറി. മോനും അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഖുർആനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടൊപ്പം ഇപ്പോൾ സ്കൂളും ഖുർആനും കൂടി പഠിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും സ്കൂളിൽ ചേർന്നിരിക്കുക, പൊതു സ്കൂളിൽ ഇപ്പൊ ചേർന്നിരിക്കുക. അതെ അതെ. ഇക്ക ഖുർആൻ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ +1 പ്രൈവറ്റ് ആയിട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഖുർആൻ പഠിക്കട്ടെ എന്ന് വീട്ടിൽ തീരുമാനം ഉണ്ടായത്? അത് വാപ്പച്ചിയുടെ തീരുമാനമാണോ? അതെ, അത് പഠിക്കൽ പുണ്യമാണ്. അത് മതത്തിന്റെ ഒരു ഭാഗമാണ് അത് പഠിക്കൽ. അതിന്റെ പേരിൽ അതിന് വളരെയധികം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദൈവം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി. ഹാഫിസ് ആവാനാണോ പഠിക്കുന്നത്? അതെ, ഹാഫിസ് ആവാൻ വേണ്ടിയാണ്. ഇപ്പോ
വീട്ടിലെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? വാപ്പച്ചി വരുന്നു, തിരിച്ചു പോകുന്നു. തീർച്ചയായും വിഷമത്തിൻ്റെ ഒരു സ്ഥിതി തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വാപ്പച്ചീൻ്റെ കൂടെ വെറും 2 കൊല്ലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വാപ്പച്ചി എൻ്റെ 10ാം വയസ്സിലിറങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നില്ല വാപ്പച്ചി ഇങ്ങനെ തിരിച്ചു പോകുന്നു ഒന്നും. നമ്മൾ പിന്നെ വാപ്പച്ചിയുടെ കഴിയാമെന്നുള്ള ആഗ്രഹത്തോടെ വീണ്ടും വാപ്പച്ചിയുടെ കഴിയാമെന്നുള്ള ആഗ്രഹത്തോടെ വരികയായിരുന്നു. അങ്ങനെ അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പഠന രീതികൾ അതുപോലെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പിന്നെയും ഹോസ്റ്റലിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ സമയം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല വാപ്പച്ചി ഇങ്ങനെ ഇനിയും വീണ്ടും ജയിലിലേക്ക് പോകുന്നു. ആദ്യത്തെ ജയിൽവാസക്കാലം ഒരു 9 കൊല്ലം നീണ്ടു നിന്ന ഒരു ജയിൽവാസക്കാലം, അത് കഴിഞ്ഞ് ആ കേസിൽ നിന്ന് വെറുതെ വിടപ്പെട്ടു. വെറുതെ വിട്ട് തിരിച്ചു വന്നപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും അങ്ങനെ. ശംഖുമുഖത്ത് ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ച് വാപ്പച്ചി ഒരു മുഴുസമയ പൊതുപ്രവർത്തകനായി മാറി ഇനി നാട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചു അല്ലേ? പിന്നീട് ഈ അടുത്ത കേസ് വന്ന് ഇപ്പോഴത്തെ അറസ്റ്റിന് തൊട്ട് മുമ്പുള്ള ഘട്ടം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ അപ്പോഴും ഹോസ്റ്റലിലായിരുന്നു. വീട്ടിലന്ന് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല? ഓർമ്മയില്ലായകയില്ല. വാപ്പച്ചിയെ അറസ്റ്റ് ചെയ്യുന്നു, എല്ലാം ഓർമ്മയുണ്ട്. അതിനു മുമ്പ് ഉമ്മച്ചിയെ അവർ അറസ്റ്റ് ചെയ്തു. ഇപ്പം ഉമ്മച്ചിയുടെ കേസെടുക്കും. ഉമ്മച്ചിക്ക് എറണാകുളത്തിൻ്റെ പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഓരോരോ വീട്ടമ്മയായ ഉമ്മച്ചിയെ പോലും അവർ എന്തിനോ വേട്ടയാടുകയാണ്. വാപ്പച്ചിയും അവർ വേട്ടയാടി, ഉമ്മച്ചിയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, വാപ്പച്ചിയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കുടുംബത്തിന് മുഴുവൻ അവർ ഇപ്പോൾ വാപ്പച്ചിയുടെ ഈ അവസ്ഥയും ഉമ്മച്ചിയുടെ ഇതൊക്കെ കണ്ട് വാപ്പച്ചിയുടെ വാപ്പ സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് വാപ്പായെ കാണാനാണ് പോയത്. എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. കാരണം അത്രമാത്രം അവർ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. വാപ്പച്ചിയുടെ ഉമ്മ അവരും ഇപ്പോൾ എല്ലാവിധ അസുഖങ്ങളും. ഇപ്പോൾ എറണാകുളത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പം വാപ്പച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വീണ്ടും കൊല്ലത്തേക്ക് വന്നതായിരുന്നു. ഇത്താത്തയുടെ നിക്കാഹ് കഴിഞ്ഞു. അതിൽ വാപ്പച്ചിക്ക് വരാൻ പറ്റുമോ എന്ന ചില ആശങ്ക ഉണ്ടായിരുന്ന ചില സമയം ഉണ്ടായിരുന്നു അല്ലേ? വരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. പിന്നെ അപ്രതീക്ഷിതമായി ലഭിച്ചെന്ന് പറഞ്ഞു. അത് എന്തായാലും സന്തോഷമാണ് അല്ലേ? തീർച്ചയായും 1-2 ദിവസം നിൽക്കുകയാണെങ്കിൽ അതും സന്തോഷം തന്നെയാണ്. ഇത്താത്ത എന്ത് പറയുന്നു അതിനെ പറ്റി? ഇത്താത്താക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ട് വാപ്പച്ചി ഞങ്ങൾ നിന്ന് അകന്നു കഴിയുകയും അങ്ങനെ ഇത്താത്തയുടെ ഏറ്റവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിക്കാഹ് എന്നുള്ളത്. ആ ചടങ്ങിൽ വാപ്പച്ചി തന്നെ നിർവഹിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷവും ഇപ്പം സന്തോഷവതിയായിരിക്കും ഇത്താത്തക്കായിരിക്കും. 13 കൊല്ലം എൻ്റെ 15 വയസ്സുള്ള ഞാൻ 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ എൻ്റെ 13 കൊല്ലം വാപ്പയിൽ നിന്ന് എനിക്ക് വേർപെടേണ്ടി വന്നു. ഇനിയും കാത്തിരിക്കാമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. വാപ്പച്ചിനി ജയിലിലേക്ക് തിരിച്ചു പോയാൽ തുടർച്ചയായിട്ട് നമുക്ക് ചെന്ന് കാണാൻ പറ്റില്ല. ജയിൽ നിയമങ്ങൾ അങ്ങനെയാണല്ലോ. എങ്ങനെയാണ്, എത്ര കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെന്ന് കാണാമെന്നാണ് വ്യവസ്ഥ? അത്യാവശ്യം അവിടുത്തെ വ്യവസ്ഥകൾ എനിക്ക് കൃത്യം അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് സ്കൂളിൽ അവധി കിട്ടുമ്പോൾ അത്യാവശ്യം ഒരു 3-4 ദിവസം കിട്ടുമ്പോൾ വാപ്പച്ചിയുടെ അടുത്ത് പോവുക എന്നുള്ളതാണ്. അതും കുറവാണ്. 3-4 ദിവസം ഒരുമിച്ച് അവധി കിട്ടുന്ന സമയത്ത് പോവുക, കണ്ടിട്ട് ഒരു ദിവസം കാണുക. എത്ര നേരം കാണിക്കും ജയിലില്? 1-2 മണിക്കൂർ സാധാരണ കാണിക്കാറുണ്ട് സാധാരണ. ആ സമയത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് വർത്തമാനം പറയാൻ സമ്മതിക്കും? കുറെയൊക്കെ അവരുണ്ടാവും, ജയിൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ? അവർ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് സംസാരിക്കാൻ പറ്റും. ആ ഒരു കാലത്തേക്ക് വീണ്ടും പോവുകയാണ് അല്ലേ? മോന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം വാപ്പച്ചിയുടെ ഞങ്ങൾക്ക് കഴിയാൻ, വാപ്പച്ചിയുടെ വാത്സല്യം ലഭിക്കുക. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് എല്ലാവർക്കും. അതെ, തീർച്ചയായും വാപ്പച്ചിയുടെ വാപ്പായും ഉമ്മായും അത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മകന്റെ സാന്നിധ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിന്റെ സാന്നിധ്യം, ഉമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിന്റെ സാന്നിധ്യം. ഇതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. കാരണം വെറും 2 കൊല്ലം അതും മര്യാദയ്ക്ക് വാപ്പച്ചിയോട് നിൽക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെയും വാപ്പച്ചി അവരെ കൊണ്ടുപോയി. അത് ആദ്യത്തെ കാലത്ത് ഒന്നും അറിയില്ലായിരുന്നു എന്തായിരുന്നു. ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. കാരണം ഇപ്പോൾ പലരും ഡോക്യുമെൻ്ററി, KP ശശികൾ ഒരു ഡോക്യുമെൻ്ററി ഇറക്കി. അതിനകത്ത് എല്ലാ സാക്ഷികളെയും അവർ കാണിക്കുന്നുണ്ട്. എറണാകുളത്ത് ജോസങ്ങൾ വീടിൻ്റെ അദ്ദേഹം കോടതിയിൽ വരെ പോയി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലല്ല മൊഴി ചെയ്തേക്കുന്നത്. അദ്ദേഹത്തെ
കർണാടകയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു വെള്ള ഷീറ്റിൽ വാങ്ങിച്ചത്. എറണാകുളത്ത് വീട് വാടകയ്ക്ക് വന്നിരുന്ന അങ്കിള്. പിന്നെ രണ്ടാമത് എൻ്റെ കൊച്ചാപ്പ ഇത് അറിഞ്ഞിട്ടില്ല, കൊച്ചാപ്പയുടെ നിന്ന് ഒപ്പും വാങ്ങിച്ചിട്ടില്ല, ഇതുവരെയായിട്ടും ഫോൺ കോൾ പോലും വന്നിട്ടില്ല. കള്ളമൊഴി തയ്യാറാക്കി അത് അവരെ തന്നെ തയ്യാറാക്കി അവരെന്നെ പറയുന്നു, അറിഞ്ഞിട്ടില്ല. രണ്ടുപേർ അവർ മെയിനായിട്ട് ഉന്നയിക്കുന്ന 2 പേർ. പിന്നെ മൂന്നാമത് അവർ ഉന്നയിക്കുന്ന മജീദ് എന്ന് പറയുന്ന ഒരു അങ്കിള്, എനിക്കറിയില്ല ആരാന്ന്. ഇവിടെ എടപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിന് ക്യാൻസറായിട്ട് അദ്ദേഹത്തിന് മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് ഇവർ വന്ന് മൊഴിയെടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ICUയിലായിരുന്നു. അതും അവിടെയും ഈ 3 സാക്ഷികളെയും അവർ വാദിക്കുന്നത് കള്ളമൊഴിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ യോഗാനന്ദ എന്ന് പറഞ്ഞിട്ട് കുടകിലുള്ള ഒരാള്, അദ്ദേഹത്തെ അടുത്ത് KP ഷാഹിന എന്ന് പറഞ്ഞ KK ഷാഹിന അവർ പോയി അവരുടെ മൊഴിയും എടുത്തിരുന്നു. മൊഴി നിർദ്ദേശിച്ച അവര് പത്രപ്രവർത്തകരെല്ലാം അവര് ഇന്റർവ്യൂ നടത്തി പറഞ്ഞിരുന്നു. അതിലും പറയുന്നുണ്ട് അയാൾ അറിഞ്ഞിട്ടില്ല, അയാൾ കണ്ടിട്ടില്ല എന്നുള്ളത്. അതുപോലെ അവര് ബാക്കിയുള്ളവരെ എല്ലാവരെയും അവർ ചെന്ന് കാണുകയും അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഇപ്പം നമുക്കെല്ലാവർക്കും അത് കണ്ടവരും അത് മനസ്സിലാക്കിയ ചാനലുകളെല്ലാം വന്നതാണ്. ആ ചാനലുകളെല്ലാം വന്നിട്ടും അത് എല്ലാവർക്കും ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലായി. ശത്രുക്കളാവട്ടെ നമ്മുടെ സഹോദരങ്ങളാവട്ടെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും വാപ്പച്ചി എന്തുകൊണ്ട് ഇങ്ങനെ ജയിലിൽ വീണ്ടും വീണ്ടും ഇട്ട് പീഡിപ്പിക്കുന്നു? വാപ്പച്ചിയുടെ എല്ലാ ആരോഗ്യസ്ഥിതികളും മോശമായ അവസ്ഥയാണ്. ശ്വാസമുട്ട്, കണ്ണിന് ബുദ്ധിമുട്ട്, നടുവിന് ബുദ്ധിമുട്ട്, കാലിൽ മരവിപ്പ്, ഷുഗർ, പ്രഷർ, എല്ലാവിധ രോഗങ്ങൾ വാപ്പച്ചിയിലൂടെയാണ് അറിയുന്നതെന്ന് തന്നെ പറയാം. അതുപോലുള്ള രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. മോനെ, ഒരുപാട് സാക്ഷികളുള്ളതിൽ പലരും കള്ളസാക്ഷികളാണ്, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് അവരുടെ മൊഴികൾ മാറ്റിമറിച്ചതാണെന്നൊക്കെ തെളിയാണ്. അപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ വാപ്പച്ചിക്ക് എന്തെങ്കിലും നീതി കിട്ടും എന്ന് തോന്നണില്ലേ? തോന്നലല്ല, ഉറപ്പുണ്ട്. നീതി തന്നെ കിട്ടും എന്ന് ഉറപ്പുണ്ട്. കാരണം 9.5 കൊല്ലം തീർത്തും നിരപരാധിയായാണ് കഴിഞ്ഞത്. അന്നും എല്ലാവരും പറഞ്ഞു ഏറ്റവും വലിയ കൊടിയ ഭീകരനാണ്, കേരളത്തിലേക്ക് കൊണ്ടുവന്ന ക്രമസമാധാനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് വാപ്പച്ചിയുടെ വെല്ലുമ്മ മരിച്ചപ്പോൾ പോലും കൊണ്ടുവരാതെ അന്ന് 9.5 കൊല്ലം കടന്നിട്ട് ഒരു ദിവസം പോലും ഞങ്ങളിലേക്ക് വരാനുള്ള ഒരു അവസ്ഥ നിഷേധിച്ചു. അത് എന്തെങ്കിലും കുറ്റം ഉണ്ടായിട്ട് നിഷേധിച്ചെങ്കിൽ പിന്നെയും പറയാം. അതിലുള്ള മറ്റുള്ള പ്രതികൾ, അവരെ കുറ്റം തെളിഞ്ഞ പ്രതികൾ പോലും അവര് വീടുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വാപ്പച്ചിക്ക് വരാനോ അല്ലെങ്കിൽ ഞങ്ങൾ കാണാനോ പറ്റിയ സാഹചര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള 9.5 കൊല്ലം. ഇതിനൊക്കെ ആര് ഉത്തരവാദിത്വം പറയും? ആര് ഉത്തരവാദിയാണ്? ഇനിയും നിരപരാധിയായി വന്ന് ആരെങ്കിലും മാപ്പ് പറഞ്ഞാൽ മോൻ ചോദിക്കുന്നത് വിചാരണയ്ക്ക് വേണ്ടി പിടിച്ച് 9.5 കൊല്ലം ജയിലിലിട്ടു, അത് കഴിഞ്ഞ് ആ കേസില് നിർദോഷിയാണെന്ന് തെളിഞ്ഞു. ആ 9.5 കൊല്ലത്തിന് ആര് സമാധാനം പറയുമെന്നാണ് ചോദിക്കുന്നത്. ഈ 2.5 കൊല്ലത്തിന് ആര് സമാധാനം പറയും? അത് നമ്മുടെ നാട്ടിലെ ഒരു വിചാരണ പ്രക്രിയയുടെ ഒരു പ്രശ്നമാണത്. ഞങ്ങൾക്ക് കിട്ടേണ്ട ആരോപിച്ച ആളെ പിടിച്ച് ജയിലിലിടും, പിന്നീട് തെളിഞ്ഞാൽ അതിന് ഒരു പരിഹാരവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ വാത്സല്യം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയും ഇവർ എന്തുകൊണ്ട് പിടിച്ചിടുന്നു? ഞാൻ ചോദിച്ചതുപോലെ ഈ കേസ് കള്ളക്കേസാണ് എന്ന ആരോപണം വീണ്ടും വീണ്ടും വരുന്നു, തെളിവുകൾ പുറത്തു വരുന്നു. ഈ കേസ് എന്തെങ്കിലും വിട്ടുപോരുമെന്നും വാപ്പച്ചി സ്വതന്ത്രനും ആയി നിങ്ങളുടെ ഇടയിൽ വരും എന്നും വിശ്വസിച്ചൂടെ? വിശ്വസിക്കുന്നു, തീർച്ചയായും. പിന്നെയും വാപ്പച്ചി പറയുന്നു നീതിയുടെ കിരണം അകലെ പോലും കാണാനില്ല എന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സത്യമാണത്. കാരണം ഇത്രമാത്രം തെളിവുകൾ അവരുടെ കോടതിയിൽ നിന്ന് ഒച്ചയൊഴിയുന്ന വേഗത്തിൽ പോലുമല്ല കോടതിയിൽ വിചാരണ നടക്കുന്നത്. നമുക്കറിയാം, അത് വീടുകളിൽ അത് നമുക്ക് വിചാരണ ദിവസം നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ വാപ്പച്ചി എല്ലാവിധ കോടതികളിലും, സുപ്രീം കോടതി, പരമോന്നത കോടതി, സുപ്രീം കോടതിയിൽ പോലും പോയിട്ടും വാപ്പച്ചിക്ക് നീതി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ അവര് കേസ് തള്ളിക്കളയാണ്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായിട്ട് കേട്ട് നമ്മുടെ വാദം കേൾക്കാൻ പോലും ചില ജഡ്ജിമാര് തയ്യാറാവുന്നില്ല. എന്തായാലും നമ്മള് അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. നമ്മുടെ ചില പരീക്ഷണ ഘട്ടത്തിൽ നീതിയുടെ പ്രകാശം ഒട്ടും കാണാനില്ല എന്നൊക്കെ പറഞ്ഞു പോകും. എന്തായാലും നീതിയാണെങ്കിൽ നീതി ജയിക്കുക തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ വിശ്വസിച്ച് കാത്തിരിക്കാം എന്ന് വിചാരിക്കുക, അല്ലെ? കാത്തിരിപ്പ് എന്നുള്ള വാക്ക് ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് മുഴുവൻ പേരോടും പറയാനുള്ളത്. കാരണം വാപ്പച്ചിയെ ഇനിയും കാത്തിരിക്കാനുള്ള മനസ്ഥിതി ഞങ്ങൾക്കില്ല. കാരണം ഇപ്പോൾ തന്നെ 13 കൊല്ലമായി. 13 കൊല്ലം എൻ്റെ 15 വയസ്സുള്ള ഞാൻ 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ എൻ്റെ 13 കൊല്ലം ബാപ്പയിൽ നിന്ന് എനിക്ക് വേർപെടേണ്ടി വന്നു. ഇനിയും കാത്തിരിക്കാമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഏതായാലും മോനും മോൻ്റെ കുടുംബത്തിനും വാപ്പച്ചിക്കും ഒക്കെ നീതി കിട്ടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. നമസ്കാരം.